ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന വികസന മുന്നേറ്റം തിരുവനന്തപുരം നഗരസഭയിലും നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇടതുഭരണം ജനം മടുത്തു. ഇത്തവണ ബി.ജെ.പിക്ക് അവസരം നൽകണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി.ജെ.പി തിരുവനന്തപുരത്ത് നടത്തുന്ന വികസിത അനന്തപുരി സന്ദേശയാത്രയ്ക്ക് തുടക്കം കുറിച്ച ശേഷമായിരുന്നു പ്രതികരണം. തിരുവനന്തപുരത്ത് നിന്നും ദേവൻ എം.പി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തവണ തിരുവനന്തപുരം നഗരസഭ മുഴുവനായും പിടിക്കാനായി ബി.ജെ.പിയും തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിന്റെ ആദ്യ പടിയെന്നോളമാണ് ഇപ്പോൾ വികസന പദയാത്ര. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസന പദയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ ചേരുന്നുണ്ട്. ഇത്തവണ നഗരസഭയിൽ ഒരു പ്രതിപക്ഷ സ്ഥാനം എന്നുള്ളത് മാറി ഭരണപക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ബി.ജെ.പി ലക്ഷ്യമിടുക. അല്ല, ഞങ്ങളുടെ ലക്ഷ്യം വികസിത കേരളം സൃഷ്ടിക്കാൻ ബി.ജെ.പി ജനങ്ങളുടെ വിശ്വാസം നേടി സർക്കാരിൽ വരണം, ഭരിക്കണം. ഭരിച്ചാൽ മാത്രമേ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടുള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വികസിത അനന്തപുരിയാണ്. അതാണ് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസ് ഇത്തവണ മുൻ എം.എൽ.എ. ശബരിനാഥിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഒരു പടി മുന്നിട്ട് എത്തിയിരിക്കുകയാണ്. ഇത്തവണ എന്തായാലും തന്നെ തിരുവനന്തപുരം നഗരസഭ പിടിക്കണമെന്നുള്ള ഉദ്ദേശമാണ് കോൺഗ്രസിന്. എല്ലാവരും അവകാശമല്ലേ, മത്സരിക്കണം, എല്ലാവരും മത്സരിക്കണം. പക്ഷേ ജനങ്ങൾക്ക് അറിയാം ആരാണ് ഇവിടെ പ്രവർത്തിക്കുന്ന പാർട്ടി. ജനങ്ങൾ എത്ര തവണ കോൺഗ്രസിനും CPM-നും അവസരം കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്തിട്ടുണ്ട്, 10-20 കൊല്ലമായിട്ട് കൊടുത്തു. അവരെന്ത് ചെയ്തു എന്ന് ജനങ്ങളൊക്കെ അറിയാം. ഇരു കൈയും തലയും മുറുക്കി തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത്. നോക്കൂ, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അവർ തീരുമാനിക്കും എങ്ങനത്തെ ഒരു ഭാവിയാണ് വേണ്ടത്. ഇതുവരെ നടന്ന 70 കൊല്ലം അതേമാതിരി ഒരു രാഷ്ട്രീയമാണോ വേണ്ടത്, ഒരു മാറ്റം വേണോ, ജനങ്ങൾ തീരുമാനിക്കും. എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മതിയായി, ജനങ്ങൾക്കൊരു മാറ്റം വേണം, ജനങ്ങൾക്ക് ബി.ജെ.പി വേണം, NDA വേണം, വികസനം വേണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അങ്ങനത്തെ ഒരു അഴിമതിരഹിത ഭരണം അവർ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയും ബി.ജെ.പി പിടിക്കുമെന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് ബി.ജെ.പി ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം തന്നെ, അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ബി.ജെ.പി ആരംഭിച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും MG മഞ്ജുഷിനൊപ്പം MP ദേവൻ, ന്യൂസ് മലയാളം.